അങ്ങനെയാണെങ്കിൽ ഒരു കല്ല് അവിടെ വീണു, ഇടിച്ചും പരസ്പരം തെള്ളിയും ഉന്തിയും ചിലർ കൈയിടുന്നു, ചിലർ മുത്തുന്നു, ചിലർ അതിനെ തൊട്ടിട്ട് പോകും. എന്താണ് ആ വസ്തുവിനൊരു പ്രത്യേകത? മറ്റു കല്ലുകളോട് നിങ്ങൾ ഇതേ ബഹുമാന്യത കാണിക്കുമോ? ആദരവ് കാണിക്കുമോ? ഇപ്പൊ വേറെ ഏതെങ്കിലും മതക്കാർ ഇപ്പൊ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ ഒരു വിഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ കന്യാമറിയത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ടാവും. അതാണോ ദൈവമായിട്ട് അവരെടുക്കുന്നത്? അവരുടെ പ്രാർത്ഥന കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, ഏകാഗ്രതയ്ക്കായിട്ട് ഒരു വസ്തുവിലേക്ക് നിന്നുകൊണ്ട് ഏകാഗ്രത, അത്രേ അവരും പറയുന്നുള്ളൂ. കൃഷ്ണന്റെ ഇപ്പൊ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഇപ്പോ ഈ ഗണപതി മോറിയ ആ സാധനത്തോടനുബന്ധിച്ച് കൊണ്ടുവന്ന് മുഴുവൻ മലിനമാക്കി. ഇന്ത്യയിലെ മുഴുവൻ ജലാശയങ്ങളും സമുദ്രമൊക്കെ മലിനമാക്കി, നശിപ്പിക്കുകയാണ് അവര്. അതാണ് ദൈവമെങ്കിൽ ദൈവവിശ്വാസികൾ ഈ വിഗ്രഹങ്ങൾ നശിപ്പിക്കില്ലല്ലോ. അവരതിനൊരു റൂട്ടായിട്ടാണ് കാണുന്നത്.